ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി ചൗവരി കൊണ്ടൊരു പായസം ഉണ്ടാക്കിയെടുത്തതാണ്. തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് ഈ ഡെസേർട്ട്. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറഞ്ഞ ചെലവിൽ ഈ സാഗോ ഡെസേർട്ട് ഉണ്ടാക്കിയെടുത്തത് എങ്ങനെയെന്ന് നമുക്കൊന്ന് കാണാം. സാഗോ പായസം ഉണ്ടാക്കുന്നതിന് ഞാൻ 1 കപ്പ് സാഗോ എടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നേകക്ക വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു അരമണിക്കൂർ ഇത് കുതിരാനായിട്ട് വെക്കാം. ചൗവരി നമ്മൾ അരമണിക്കൂർ കുതിരാൻ വെച്ചിരുന്നതാണ്. ഇനി ഇത് കഴുകി നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. നന്നായിട്ട് കഴുകി നമ്മൾ ഒരു വരിപ്പയ്ക്കകത്ത് വെള്ളം വാലാനായിട്ട് വെച്ചിരിക്കുകയാണ്. പായസം വെക്കുന്നതിന് നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് ഒരു 4 കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കാം. നമ്മൾ 1 കപ്പ് ചൗവരിയാണ് എടുത്തത്. 4 കപ്പ് വെള്ളം തിളയ്ക്കാൻ വെക്കണം. തിളച്ചിട്ടേ ചൗവരി അതിനകത്ത് ഇടാൻ പറ്റുള്ളൂ. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരുന്ന സാഗോ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേകാനായിട്ട് വെക്കാം. ഈ ചൗവരി വേകുന്നത് കറക്റ്റ് അറിയണമെങ്കിൽ വെന്ത് കഴിയുമ്പോൾ നല്ല ട്രാൻസ്പെറൻ്റ് ആകും. നമുക്ക് വേകാനായിട്ട് അടച്ചു വെക്കാം. നമുക്ക് ഈ ചൗവരി വെന്തോന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിനകത്തേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് ശർക്കര പാനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് ഒന്ന് കുറുകി വരുന്നിടം വരെ ചെറിയ തീയിലിനി നമുക്ക് തിളപ്പിക്കാം. നമുക്ക് ഈ ശർക്കരയുടെ കുത്തലൊക്കെ മാറുന്നതിന് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം. കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചെറുതീയിൽ ഒന്നും കൂടി ഒന്ന് കുറുകുന്നതിന് വെക്കാം. ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ പഞ്ചസാര ഇതിൻ്റെ കൂടെ ചേർക്കുന്നതുകൊണ്ട് പായസത്തിന് രുചിയും കൂടും. ഈ പായസത്തിലേക്ക് 2 കപ്പ് തേങ്ങ ചിരണ്ടിയതിൽ നിന്ന് ഞാൻ ഒരു 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 1 2 പാലൊന്നുമില്ല, ഒറ്റ പ്രാവശ്യം എടുത്താൽ മതി. ആ പാലും കൂടി ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി അധികം തിളപ്പിക്കരുത്. ചെറിയ തീയിൽ ഒന്ന് തിളച്ച് വന്നാൽ മതി. പായസം ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അവിടെ ഇരുന്നത് കുറുകി വരട്ടെ. ഈ പായസത്തിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ചുക്കുപൊടിയും ജീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർക്കുന്നത് നല്ലതാണ്. ഞാനിപ്പം ഏലക്കാപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. നല്ലതായിട്ടൊന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനിയും ഇരിക്കുമ്പോൾ ഇത് കൂടുതൽ കുറുകും. നമുക്കിനി ഇതിലേക്ക് ചേർക്കാനായിട്ട് കാഷ്യൂനട്ടും റൈസിൻസും കൂടി ഒന്ന് നെയ്യിൽ വറുത്തെടുക്കാം. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്ക്കകത്ത് കാഷ്യൂനട്ടും റൈസിൻസും കൂടി വറുത്തത് ആ നെയ്യ് സഹിതം ഇതിനകത്തേക്ക് ഇടുകയാണ്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടെല്ലാം കൂടി ഒന്ന് ഇളക്കാം. അങ്ങനെ നമ്മുടെ സാഗോ പായസം റെഡി ആയിരിക്കുകയാണ്. ഇരിക്കും തോറും ഇത് കുറുകി വരികയും ചെയ്യും. ഒത്തിരി കുറുകുന്നതിലും ഇങ്ങനെ ഇരിക്കുന്ന പായസമാണ് ടേസ്റ്റി ആയിട്ടിരിക്കുന്നത്. പായസം റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നതുവരെ ബൈ.